ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റു, ചായക്ക് വെള്ളം വെച്ചു. ഇതിൻ്റെ മുന്നേ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ആ ഒരു സമയത്തൊന്നും. എനിക്ക് അതിനോട് വല്ലാതെ താല്പര്യമില്ല കേട്ടോ, നിസ്കാരം കാര്യങ്ങളൊന്നും വീഡിയോ ആക്കണതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാട്ടോ ഞാൻ അതൊന്നും എടുക്കാത്തത്. അപ്പോൾ അതിനങ്ങനെ രാവിലെ എണീറ്റു. എൻ്റെ കൂടെ ഹെസമോളൊന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓളും എൻ്റെ കൂടെ എണീറ്റ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം ഓളെടുത്ത് കിടന്ന് പിന്നെ ഓളെ ഉറക്കിയതിന് ശേഷം കേട്ടോ ഞാൻ നീച്ചത്. അവർ ഏകദേശം 5:30 നീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓളും പാടെ നീച്ചപ്പോൾ ഞാൻ ഒരു 6 മണി ആയിക്കണു. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:30 ആയിക്കണു കേട്ടോ. പിന്നെ അടുക്കളയിൽ പോയപ്പോൾ പിന്നെ അങ്ങനെ ചായക്കൊക്കെ വെള്ളം വെച്ച് പൊടിയൊക്കെ ഇട്ടു. പിന്നെ ചായക്ക് കടി ദോശ കേട്ടോ. എനിക്കും മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ. അത് കറക്റ്റ് പിന്നെ പദവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടാനും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ചില സമയത്ത് ഇന്ത്യക്ക് 1-2 പ്രാവശ്യമൊന്നും ചട്ടിയിൽ നിന്ന് കിട്ടലില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ വറ്റ് കൂടുതലായതുകൊണ്ടാണ് തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കുടുങ്ങും ആ ഒരു സമയത്ത്. അപ്പോൾ ഇന്ന് ആ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ശരിക്ക് അപ്പവും കാര്യങ്ങളൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് ചട്ടിയിൽ നിന്ന്. മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് ഇസു നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓരോ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ചൂടുള്ള അപ്പം മതി പറഞ്ഞു. അപ്പോൾ ഞാൻ ഓരോന്ന് ചൂടുള്ളത് ചുട്ടു കൊടുക്കാം കേട്ടോ. ഒന്ന് കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. ഇന്ന് സ്കൂളും മദ്രസും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ എണീക്കണ്, ഭക്ഷണം ഉണ്ടാക്കണ്, കുട്ടികളെ നോക്കണ്, വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചുള്ള വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവും. അതൊന്നുമില്ല, സ്ഥിര തന്നെ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവട്ടെ അല്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ. ഇപ്പം ആദ്യത്തെ പോലെ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ, തണുപ്പൊക്കെ പോയി. ഇപ്പോൾ സാധാ പോലെ ചൂടും കാര്യങ്ങളൊക്കെ വന്നു. ഡിസംബറും കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പും കാര്യങ്ങളോ മഞ്ഞോ അധികമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്നാലും ഞാൻ രാവിലെ നീച്ച് കഴിഞ്ഞാൽ പുറത്ത് കുറച്ച് നേരം പോയിട്ട് നിൽക്കും കേട്ടോ. മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ കാണാനൊന്നും കൂടുതലില്ലാന്നുണ്ടെങ്കിലും പിന്നെ മരങ്ങളും പക്ഷികളും ആ ഒരു നേരം വെളുത്ത സമയത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഞാനത് നല്ലോണം ആസ്വദിക്കലുണ്ട്. ഏത് സമയത്താണെന്നുണ്ടെങ്കിലും കിട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വെറുതെ ഒറ്റയ്ക്കിരുന്ന് ഇതൊക്കെ ആസ്വദിക്കലുണ്ട് ഞാൻ. അപ്പോൾ ഈ സൂനുള്ള മദ്രസക്കുള്ള ഫുഡൊക്കെ അതിന് ശേഷം കേട്ടോ ഞാൻ ഈ നിർത്തം നിൽക്കണത്. അപ്പോൾ ഞാൻ ഓൻ്റെ ഫ്രഷ് ആകലും കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഓനക്ക് കൊടുന്നു കൊടുത്തിട്ട്. അപ്പോൾ ഓൻ ടേബിളിൽ ഇരിക്കണില്ല, സോഫയിലായിരിക്കണ കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അധികം ഓനെ അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഓന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അപ്പം ചൂടലൊക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ചോറിന് വേണ്ടിയിട്ട് അരി കഴുകാൻ വേണ്ടി പോവാട്ടോ. കുക്കറിലാണ് വെക്കണത്. അപ്പോൾ ഞാനിപ്പോൾ അരിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എളുപ്പം വെക്കണ അരി കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലോണം കഴുകലുണ്ട് ഞാനിത്. പിന്നെ രാവിലെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ഞാൻ. ഈ ഒരു സമയത്തൊന്നും ഹേസമോൾ നീച്ചിട്ടില്ല കേട്ടോ. എൻ്റെ കൂടെ ഓള് കുറച്ച് നേരത്തെ നീച്ചിട്ട് പിന്നെ ഞാൻ ഉറക്കി കിടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഓള് നീച്ചിട്ടില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ചായയും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇസുവിനെ മദ്രസക്ക് പറഞ്ഞേക്കുകയാണ് ഞാൻ. അപ്പോൾ ഓന് റോട്ടിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മായണ വരെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കും കേട്ടോ. ഓന് എന്നിട്ടാട്ടോ എന്നിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക്. അപ്പോൾ ഞാൻ ചായയും കാര്യങ്ങളൊക്കെ എടുത്ത് സോഫയിൽ വന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഇസു വീണ്ടും വന്നു കേട്ടോ. കുട്ടികളാരും കാണാനില്ല, എല്ലാവരും പെയ്ക്കണു, ഇന്നെ ആക്കിക്കൊണ്ട എനിക്ക് പേടിയാക്കുകയാണ് പറഞ്ഞിട്ട്. അപ്പം ഇനി സ്കൂട്ടിമ്മ ആക്കി കൊടുക്കണം വിചാരിച്ചാണ്. അപ്പോൾ വേണ്ട പറഞ്ഞു. റോട്ടിൽ തെറ്റൊന്ന് നിന്ന് നോക്കി തന്നാൽ മതി പറഞ്ഞു. ഓന് കാണുന്ന വരെ ഒന്ന് നോക്കി തന്നാൽ മതി, സ്കൂട്ടിമ്മ പോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓനെ ആക്കി കൊടുക്കാൻ വേണ്ടി റോഡ് തെറ്റം പോകുക കേട്ടോ. സൂര്യൻ ഉദിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഓനിക്ക് 7:40 കേട്ടോ മദ്രസ്. അപ്പോൾ ഏകദേശം ഒരു 7:25 ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അധികം നേരം വൈകിട്ടൊന്നുമില്ല മദ്രസക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ കുട്ടികളൊക്കെ പൊയ്ക്കണോ പറഞ്ഞു, ആരും കാണില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് റോഡ് തെറ്റാക്കി കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. ഞാൻ സ്കൂട്ടിമ്മ ആക്കി കൊടുക്കുക പറഞ്ഞു കേട്ടോ. പക്ഷെ ഓൻ വേണ്ട, അമ്മക്ക് തിരിച്ചു പോരാൻ ബുദ്ധിമുട്ടാവും, പിന്നെ ഹെസമോൾ എണീറ്റ് കഴിഞ്ഞാലും ഓള് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കരയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ വേണ്ട, സ്കൂട്ടി കൊണ്ട് വേണ്ട, എന്നെ നോക്കി തന്നാൽ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് തെറ്റം റോട്ടിൽ നിന്നിങ്ങനെ നോക്കുക കരട്ടോ ഓൻ പോണത്. അതിന് വേണ്ടി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ മെയിൻ റോട്ടിലല്ല കേട്ടോ, മെയിൻ റോട്ടിൽ നിന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോരണം വീട്ടിലേക്ക്. അപ്പോൾ റോഡ് എത്തിയിട്ടില്ല, റോട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
ഞാനങ്ങനെ ഇസുവിനെ മദ്രസ്ക്കല്ല കുറച്ച് നേരം നോക്കി നിന്നതിന് ശേഷം വീണ്ടും ഇവിടെ വന്ന് ഭക്ഷണമോ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഹെസമോള് ഫോൺ എടുത്ത് ഇങ്ങനെ കിടക്കണു കേട്ടോ. ഓള് നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് ഇന്ന് കൈപ്പൊക്കെ ഉപ്പേരി ആട്ടോ വെക്കണത്. ഉപ്പേരി ആട്ടോ കൈപ്പൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിക്ക് തൂമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കൈപ്പക്ക പിന്നെ കട്ട് ചെയ്യണത് ഒരുക്കണതൊന്നും വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞാനത് അങ്ങനെ തന്നെ പെട്ടെന്ന് പിന്നെ സമയം കൂടുതലായിട്ട് നമുക്ക് കിട്ടില്ല വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ചില സമയത്ത് ഒക്കെ പാടെ ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ തൂമിച്ചാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹെസമോള് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തപ്പോൾ ഓള് വേണ്ട ഞാൻ ഒറ്റക്ക് തിന്നോളാം പറഞ്ഞിട്ട് പിന്നെ വാശി പിടിച്ചിരുന്നു കേട്ടോ. അപ്പം എന്നെ നയിക്കോട്ടെ ഒറ്റക്ക് തിന്നാൻ വിചാരിച്ചിട്ട് ഓൾക്ക് കൊടുത്തേക്കാം കേട്ടോ. ഓളും തന്നെ ഇസുവിൻ്റെ പോലെ സോഫയിൽ ഇരുന്നിട്ട് കസാലയിൽ വെച്ചിട്ടാട്ടോ കഴിക്കണത്. അപ്പം ഇന്ന് ഇസുവിന് സ്കൂൾക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകണത് വത്തക്ക കേട്ടോ. അപ്പം ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഹെസമോള്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അധികം ആപ്പിളും അതേപോലെ ഓറഞ്ച് പിന്നെ പഴം അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുത്തേക്കൽ. വത്തക്ക ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വെള്ളം ചിലപ്പോൾ ബോക്സിൽ പോകും വിചാരിച്ചിട്ട് അധികം ആക്കി കൊടുക്കലില്ല ഞാനിത്. പക്ഷേ ഹെസമോൾക്ക് ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പം എന്നാൽ ഇസുവിനും തന്നെ ഇതന്നെ കൊടുത്തേക്കാൻ വിചാരിച്ചിട്ടോ. ഈ ഒരു സംഭവമൊക്കെ നമുക്ക് ആ ഒരു എപ്പോഴാണോ കഴിക്കണത് ആ ഒരു സമയത്ത് തന്നെ കട്ട് ചെയ്ത് കഴിക്കണമായിരിക്കും കേട്ടോ ഒന്നും കൂടി ടേസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ സ്കൂൾക്ക് കൊടുത്തേക്കണോട് എനിക്ക് അത്ര യോജിപ്പില്ല കേട്ടോ. കാരണം വെള്ളം കുറച്ച് ഇത് കൂടുതലായതുകൊണ്ട് തന്നെ വെള്ളം പോകുമോ ബാക്കിറ്റ് കൂടെ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. പക്ഷേ ഇസുവിനെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ് ഹെസമോൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാനതിങ്ങനെ ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണേന്. ഹെസമോൾ ഇത് കണ്ടതിന് അപ്പം വാങ്ങിക്കൂട്ടോ. അപ്പം അതിനോള് ഭക്ഷണം അഥവാ ചായ എടുക്കുന്ന സമയത്താട്ടെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഓൾക്ക് മനസ്സിലായിക്കണേ ഞാൻ വത്തക്കയാണ് കട്ട് ചെയ്യണത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് നീക്കണ്ട, ഭക്ഷണം കഴിച്ചിട്ട് നീച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ പിടിച്ചിരുത്തിക്കാട്ടോ. ഓള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ഇഷ്ടമാണ് ഓൾക്ക് ഇതും ഉറുമാമ്പഴമൊക്കെ. അപ്പോൾ വത്തക്ക കട്ടിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല നോക്കിയിട്ട് ഞാൻ സ്നാക്സിൻ്റെ ബോക്സൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ. എളുപ്പം വേകും. കാരണം ഇതാണെന്നുണ്ടെങ്കിൽ മക്കൾക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ അരിയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇതന്നെ വല്ലാതെ പോകില്ല. അപ്പോൾ പിന്നെ മറ്റേതിൻ്റെ കാര്യം പറയണ്ടല്ലോ. എന്തായാലും ചോറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആകും കേട്ടോ. അപ്പം ഇനി ചോറും കാര്യങ്ങളൊക്കെ ആക്കി സോന് ലഞ്ചും സ്നാക്സും വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടേനു എനിക്ക്. അപ്പം ഈ സോനുള്ള എല്ലാതും ആക്കി കൊടുത്തോന് സ്കൂൾക്കും പറഞ്ഞയച്ചു കൊടുത്ത് പിന്നെ ഏകദേശം ഒരു 12 മണിയായിക്കും കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ കൊണ്ടിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ കഴുകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. കൈപ്പൊക്കെ ഉപ്പേരി ഉണ്ട്, പക്ഷെ അത് 2 നേരത്തേക്കുമ്പോൾ എല്ലാവർക്കും പാടെ എടുക്കാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കനാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുക്കാൻ വിചാരിച്ചിട്ട് അത് കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം ക്ലീൻ ആക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര വൃത്തിയും കാര്യങ്ങളും എനിക്ക് വേണം കേട്ടോ. ഒരു ചെറിയ ബ്ലഡിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് നല്ലോണം കഴുകും കേട്ടോ. ഓരോന്നെടുത്തെടുത്ത് ഓരോന്ന് ഇങ്ങനെ കഴുകുകയാണ്. അപ്പോൾ അതൊക്കെ കഴുകൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും പിന്നെ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് കേട്ടോ ഞാനിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടിയും കറി കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഴങ്ങ് ഇടുന്നുണ്ട് അതിന്. പണ്ടൊക്കെ അമ്മ ചിക്കനൊക്കെ കഴുകണ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു എങ്ങനെ ഇതൊക്കെ കഴുകണത്, ഓൽക്കൊന്നും ഒരു അത്രയും ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതെന്താ അറപ്പ് തോന്നണില്ല അന്നൊക്കെ കേട്ടോ. കുറേ കല്യാണത്തിൻ്റെ മുന്നേക്കെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ഇഷ്ടമില്ലാത്തൊരു സാധനമാണെന്നുണ്ടെങ്കിലും തിന്നാൻ കുഴപ്പമുണ്ടാവില്ല. കാണുമ്പോൾ നമുക്ക് ഇതെങ്ങനെ പോലൊക്കെ ഇതാക്കണത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം. അതിപ്പോൾ എത്ര നമുക്കത് അല്ലെങ്കിൽ അങ്ങനെ കുറേ മുന്നിട്ടോ. അപ്പോൾ അതാ കാര്യമൊന്നുമല്ല, കുറേ മുന്നുള്ള കാര്യമാണ്, കല്യാണത്തിന് മുന്നുള്ള കാര്യമാണ്. ഇപ്പം അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇപ്പം എന്ത് കിട്ടിക്കഴിഞ്ഞാലും നല്ല ക്ലീനാക്കി ഒരുക്കുകയും ചെയ്തിട്ട് നമുക്കിഷ്ടപ്പെട്ടത് കഴിക്കും. ഈ ഒരു വീഡിയോയിലും കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്യണതും വെക്കണതും ഉള്ളൊരു ഫുൾ വീഡിയോ ഇതിലുണ്ടായിരുന്നു കേട്ടോ എടുത്തത്.
ബാക്കിയുള്ള നോക്കുമ്പോൾ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എടുത്തു എന്നാട്ടോ വിചാരം. പക്ഷെ അത് ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിൽ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഉള്ളിയും തക്കാളിയും കിഴങ്ങും ഒക്കെ ഒരുമിച്ചിട്ടാട്ടോ വാട്ടണത്. എണ്ണയിലിട്ട് വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ പേസ്റ്റും കാര്യങ്ങളും അതേപോലെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടെ. എനിക്കങ്ങനെ കറിയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇസൂനാണെന്നുണ്ടെങ്കിലും ആർക്കും കൂടുതൽ കറി വേണമെന്നൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് വറ്റിച്ച് കുറച്ച് ഗ്രേവി ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നതിന് ശേഷം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും പറഞ്ഞത് അങ്ങനെ കുക്കറിൽ വെച്ചിട്ടോ. പിന്നെ ഇന്ന് 4 മണിക്ക് സ്കൂളിട്ട് വരുന്ന സമയത്ത് പിന്നെ പൂവട ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഉണ്ടാക്കണത്. 4 മണി സമയത്താട്ടോ പൂവടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണത്. അങ്ങനെ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അധികം കൂടുതലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുകൊണ്ടോ, കമൻറ്റ് ചെയ്യുകൊണ്ടോ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടോ, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുകൊണ്ടോ. ഓക്കെ, ബൈ.